നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് വർഗീയ സംഘർഷ കേസിൽ തുടർച്ചയായി പ്രതികളെ വെറുതെ വിട്ടതിന് പിന്നാലെ ആദ്യ ശിക്ഷാവിധി. അടുക്കത്ത് ബയലിലെ CA മുഹമ്മദ് ഹാജിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കും. കാർവാറിൽ ഉന്നതതല യോഗം ചേർന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ സത്വര നടപടിയെടുക്കണമെന്ന ആവശ്യം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് AITUC കാഞ്ഞങ്ങാട്ട് ബഹുജന സദസ്സ് നടത്തി. നീലേശ്വരത്തിന്റെ ചരിത്ര സാക്ഷിയായി ആലയിൽ ഫ്രഞ്ച് നിർമ്മിത പീരങ്കി. കാരിമൂലയിലെ PV രവിയുടെ ആലയിലാണ് അടങ്കല്ലായി പീരങ്കി ഉപയോഗിക്കുന്നത്. കോളിയൂർ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ മോഷണം നടന്ന സംഭവത്തിൽ പ്രതികളെ പിടികൂടിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ നിർബന്ധിതരാകുന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് അടുക്കത്ത് ബയൽ ബിലാൽ മസ്ജിദിന് സമീപത്തെ CA മുഹമ്മദ് ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. സന്തോഷ് നായിക് എന്ന ബജയ് സന്തോഷ്, K ശിവപ്രസാദ് എന്ന ശിവൻ, K അജിത് കുമാർ എന്ന അജു, KG കിഷോർ കുമാർ എന്ന കിഷോർ എന്നിവരെയാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 2 ശിക്ഷിച്ചത്. പ്രതികൾ 1 ലക്ഷം രൂപ പിഴ അടയ്ക്കുവാനും കോടതി വിധിച്ചു. കാസർഗോഡ് വർഗീയ സംഘർഷ കേസിൽ തുടർച്ചയായി പ്രതികളെ വെറുതെ വിട്ടതിന് പിന്നാലെ ആദ്യ ശിക്ഷാവിധി. അടുക്കത്ത് ബയൽ ബിലാൽ മസ്ജിദിന് സമീപത്തെ CA മുഹമ്മദ് ഹാജിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ വീതം പിഴയടക്കുവാനും കോടതി ശിക്ഷിച്ചു. കൂഡ്ലു ഗുഡ്ഡെ ടെമ്പിൾ റോഡിലെ സന്തോഷ് നായിക് എന്ന ബജയ് സന്തോഷ്, താളിപ്പടുപ്പിലെ K ശിവപ്രസാദ് എന്ന ശിവൻ, അയ്യപ്പ നഗറിലെ K അജിത് കുമാർ എന്ന അജു, അടുക്കത്ത് ബയൽ ഉസ്മാൻ ക്വാർട്ടേഴ്സിലെ KG കിഷോർ കുമാർ എന്ന കിഷോർ എന്നിവരെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 ജഡ്ജ് K പ്രിയ ശിക്ഷിച്ചത്. കേസിൽ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് KP പ്രദീപ് കുമാർ എന്നിവരാണ് വാദിഭാഗത്തിന് വേണ്ടി ഹാജരായത്. ഈ കേസിൽ 1 മുതൽ 4 വരെ മുഴുവൻ പ്രതികളെയും ബഹുമാനപ്പെട്ട കോടതി 341, 302 റെഡ് വിത്ത് 34 IPC പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ട ശേഷം ഇന്ന് എല്ലാവരെയും ശിക്ഷിച്ചിട്ടുണ്ട്. 341 പ്രകാരം 3 മാസം കഠിന തടവാണ്. 302 റെഡ് വിത്ത് 34 IPC പ്രകാരം ജീവപര്യന്തം തടവാണ്. കൂടാതെ 1 ലക്ഷം രൂപ വീതം ഫൈൻ പിഴയടക്കാനും ശിക്ഷിച്ചിട്ടുണ്ട്. പിഴയടക്കുന്നില്ലെങ്കിൽ 4 മാസം വീതം കഠിന തടവ് അനുഭവിക്കാനാണ് വിധിയായിട്ടുള്ളത്. അവർ മുമ്പ് കിടന്ന കാലയളവ് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ലൈഫ് ഇംപ്രിസൺമെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും അപ്പീൽ ഫോറത്തിൽ ശിക്ഷ ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മുമ്പ് കടന്ന കാലാവധി അതിൽ നിന്ന് കുറക്കും. ആ പട്ടാപ്പകൽ നടന്ന സംഭവമാണ്. ആ ദൃക്സാക്ഷികളുള്ള കേസാണ്. പ്രതികളൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് തന്നെ. ഈ ആയുധങ്ങൾ കണ്ടെടുക്കുന്ന സാക്ഷികൾ ഒക്കെ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടറുടെ മൊഴി, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മൊഴി, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കോടതിയിൽ സ്ഥാപിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ സാധിച്ചു. ഇത്തരത്തിലുള്ള അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നായിരുന്നു ശിക്ഷാവിധിക്ക് ശേഷം CA മുഹമ്മദ് ഹാജിയുടെ ബന്ധുക്കളുടെ പ്രതികരണം. ഒരു നീതി ലഭിച്ചെന്ന് പറയാൻ പറ്റും. നമുക്ക് സന്തോഷിക്കലോ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഒരു മക്കൾക്കും ഒരു പിതാവിനെയും നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇതുപോലെ 2008 കാസർഗോഡ് നടന്ന വർഗീയ സംഘർഷങ്ങളിൽ 4 പേരാണ് തുടർച്ചയായുള്ള ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇതിനുശേഷം മറ്റ് നിരവധി വർഗീയ കൊലപാതക കേസുകളും ജില്ലയിലുണ്ടായി. ആകെ 11 കേസുകളിൽ 9 കേസുകളിലെ പ്രതികളെയും കുറ്റം തെളിയിക്കുവാൻ കഴിയാത്തതിനെ തുടർന്ന് വെറുതെ വിട്ടതിന് പിന്നാലെ 30 വർഷത്തിനു ശേഷമാണ് CA മുഹമ്മദ് ഹാജി വധക്കേസിൽ ശിക്ഷ വിധിക്കുന്നത്. കാസർഗോഡിൽ 2008 മുതൽ 2017 വരെ 11 കമ്മ്യൂണൽ മർഡർ കേസസ് ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ 9 കേസുകളിൽ ട്രയൽ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഒരു കേസിൽ നമുക്ക് കൺവിക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ കോടതി നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിറ്റ്നസസിനെ നന്നായി അവർ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു
പോസിറ്റീവ് ജഡ്ജ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡിന് റിലേറ്റഡ് ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ്. ഈ ജഡ്ജ്മെന്റിനെ നമ്മൾ സ്വാഗതിക്കുന്നു. ഐ ഹോപ്പ് ഇൻ ഫ്യൂച്ചർ ഓൾസോ നമ്മൾ ഇതുപോലെ ചെയ്ത കേസസിൽ കൺവിക്ഷൻ കിട്ടുമെന്ന് നമ്മൾ ഒരു ബിലീഫാണ്. എല്ലാ ഐ തിങ്ക് കാസർഗോഡിന് ഒരു കമ്മ്യൂണൽ നേച്ചറിന് മാറാൻ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാൻ പറ്റും. സോ ഇതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഓഫീസേഴ്സ് വളരെ നന്നായി അന്വേഷണം ചെയ്തിട്ട് വിറ്റ്നസസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ കേസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് റിസൾട്ടാണ് ഈ ഒരു പോസിറ്റീവ്. കേസിലെ ദൃക്സാക്ഷിയായ കൊല്ലപ്പെട്ട CA മുഹമ്മദ് ഹാജിയുടെ മകൻ ഷിഹാബ്, വഴിയാത്രക്കാരൻ എന്നിവരുടെ മൊഴികളാണ് കേസിൽ നിർണായകമായത്. കേസിന്റെ തുടക്കത്തിൽ BJP മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്നത്. ഗവർണറായി നിയമിതനായ ശേഷം അദ്ദേഹത്തിന്റെ ജൂനിയറാണ് പ്രതികൾക്ക് വേണ്ടി വാദിച്ചത്. അന്ന് വെള്ളരിക്കുണ്ട് CI ആയിരുന്ന ഇപ്പോഴത്തെ കാസർഗോഡ് ASP P ബാലകൃഷ്ണൻ നായരാണ് ഈ കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കും. കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. ഇതിനു മുന്നോടിയായി കാർവാറിൽ ഉന്നതതല യോഗം ചേർന്നു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ ഒരിടവേളയ്ക്ക് ശേഷം കർണാടക സർക്കാർ വീണ്ടും ആരംഭിക്കുന്നു. ഇത് സംബന്ധിച്ച് നിർണായക യോഗം കാർവാറിൽ ചേർന്നു. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ, ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, SP B നാരായണ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ വീണ്ടും ആരംഭിക്കാനാണ് ധാരണ. ഇതിനായി ചിലവ് വരുന്ന 1 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കും. റഡാർ സിഗ്നലിൽ ലോറി കണ്ടെത്തിയ സ്ഥലത്തായിരിക്കും പരിശോധന. ലോറിക്ക് സ്ഥാനമാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ കഴിഞ്ഞ ദിവസം നേവി ഗംഗാവലി പുഴയിൽ സോണാർ പരിശോധന നടത്തിയിരുന്നു. നിലവിൽ പുഴയിൽ 4 നോട്ട്സാണ് അടിയൊഴുക്ക്. ലോറി പുറത്തെത്തിക്കുന്നതിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കും. ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘവും കുടുംബവുമുള്ളത്. MK രാഘവൻ MP, AKM അഷ്റഫ് MLA എന്നിവർക്കൊപ്പമാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ബാംഗ്ലൂരിലെത്തി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ജൂലൈ 16-നാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുൻ ലോറി ഉൾപ്പെടെ കാണാതായത്. ദുരന്തത്തിൽ 8 പേർ മരണപ്പെട്ടിരുന്നു. അർജുന്റെ ലോറിയുടെ ജാക്കിയും മരത്തടി കെട്ടാൻ ഉപയോഗിച്ച കയറും നേവിയുടെ പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു. തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ സഹായവും സർക്കാർ തേടും. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ സത്വര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. മുൻ DCC പ്രസിഡന്റ് KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ സത്വര നടപടിയെടുക്കുക, ആരോപണ വിധേയരായവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുക്കുക, സാംസ്കാരിക വകുപ്പ് മന്ത്രി സച്ചി ചെറിയാൻ രാജിവെക്കുക, ആരോപണങ്ങളിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ കൂട്ടായ്മയിൽ അണിനിരന്നു. മുൻ DCC പ്രസിഡന്റ് KP കുഞ്ഞിക്കണ്ണൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് PG ദേവ് അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ, നേതാക്കളായ PA അഷ്റഫ് അലി, കരിമ്പിൽ കൃഷ്ണൻ, MC പ്രഭാകരൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, M കുഞ്ഞമ്പു നമ്പ്യാർ, KV സുധാകരൻ, മാമുനി വിജയൻ, ഗീതാകൃഷ്ണൻ, PV സുരേഷ്, CV ജെയിംസ്, KV വിജയൻ, ജോയ് ജോസഫ്, ഉമേശൻ ബേളൂർ, മധുസൂദനൻ ബാലൂർ, KV ഭക്തവത്സലൻ, T ഗോപിനാഥൻ നായർ, M രാജീവൻ നമ്പ്യാർ, DMK മുഹമ്മദ്, P കുഞ്ഞിക്കണ്ണൻ, P രാമചന്ദ്രൻ, A വാസുദേവൻ, ദിവാകരൻ കരിച്ചേരി, ജവാദ് പുത്തൂർ, KK ബാബു, C രവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന മുദ്രാവാക്യമുയർത്തി AITUCയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ബഹുജന സദസ്സ് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, കുറ്റാരോപിതരുടെ പേരിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് AITUC-യുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ബഹുജന സദസ്സ് നടത്തി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ താരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ പോലും ഈ കേരളത്തിൽ സിനിമാ രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മളെയെല്ലാം ലജ്ജിപ്പിക്കുന്ന, മലയാളികളെ ലജ്ജിപ്പിക്കുന്ന വസ്തുത നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാനിത് ഇതുപോലൊരു സദസ്സിൽ ഈ പറയുന്ന പാവപ്പെട്ട നടികൾ ഉൾപ്പെടെ പറഞ്ഞ വിവരങ്ങൾ ഇതുപോലുള്ളൊരു സദസ്സിൽ പോലും പറയാൻ കൊള്ളാത്ത നിലയിലുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ഇത് കേരളമല്ലേ? സിനിമാ രംഗത്ത് ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് ഈ കേരളം, മലയാളക്കര. ജില്ലാ പ്രസിഡന്റ് T കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, AITUC ജില്ലാ ഭാരവാഹികളായ KS കുര്യാക്കോസ്, P വിജയകുമാർ, V രാജൻ, A ദാമോദരൻ, ബിജു ഉണ്ണിത്താൻ, M കുമാരൻ, CV വിജയരാജ്, രമേശൻ കാര്യങ്കോട്, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി P ഭാർഗവി എന്നിവർ സംസാരിച്ചു. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീലേശ്വരത്തിന്റെ ചരിത്രസാക്ഷിയായി ആലയിൽ ഫ്രഞ്ച് നിർമ്മിത പീരങ്കി. നീലേശ്വരം കാരിമൂലയിലെ PV രവിയുടെ ആലയിലാണ് അടങ്കല്ലായി പീരങ്കി ഉപയോഗിക്കുന്നത്. കാരിമൂലയിലെ PP രവിയുടെ ആലയിൽ ഉലയുടെ സഹായത്താൽ കനലിൽ നിന്നും ചുട്ടുപഴുപ്പിച്ചെടുത്ത ഇരുമ്പ് ചുറ്റിക കൊണ്ടടിച്ച് പണിയായുധങ്ങളാക്കി മാറ്റുന്ന അടങ്കല്ല് പറയുന്നത് നീലേശ്വരം രാജവംശത്തിന്റെ ചരിത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പീരങ്കിയാണ് അടങ്കല്ലായി ഉപയോഗിച്ചു വരുന്നത്. മൂളികുളത്തിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വർഷങ്ങളോളം കിടന്ന പീരങ്കി 80 വർഷങ്ങൾക്ക് മുമ്പ് പാരമ്പര്യമായി കൊല്ലപ്പണിയെടുക്കുന്ന PP രവിയുടെ പിതാവ് പുതിയപുരയിൽ കുഞ്ഞിരാമന്റെ പിതാവിന് ആലയിൽ ഉപയോഗിക്കുന്നതിനായി നാടുവാഴി നൽകിയെന്നാണ് വിശ്വസിച്ചു വരുന്നത്. മുമ്പ് തന്നെ ഇത് അവിടെ എത്തിച്ചെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സ്വത്താണ് ഇത്. അച്ഛൻ്റെ അറിയില്ല, എത്രയോ വർഷം മുമ്പ് അവർക്ക് അച്ഛനെ അറിയും. ഒരു 3 തലമുറക്ക് അപ്പുറത്ത് ഈ സ്ഥാനം ഉണ്ടാകുന്ന മുതലേ സംരക്ഷണം വരുന്നതായിരുന്നു. കാലങ്ങളായി കാരിമൂല പടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള ആലയിൽ അടങ്കല്ലായി ഉപയോഗിച്ചു വന്ന പീരങ്കി ഈ അടുത്താണ് പുതിയതായി നിർമ്മിച്ച ആലയിലേക്ക് മാറ്റിയത്. പ്രശസ്ത തെയ്യം കലാകാരൻ കേളുപ്പണിക്കർ രചിച്ച് കഴിഞ്ഞ മാസം പ്രകാശനം ചെയ്ത കനൽ വഴികൾ താണ്ടിയ ജീവിതം എന്ന ഗ്രന്ഥത്തിൽ നിന്നും പീരങ്കിയെക്കുറിച്ചറിഞ്ഞ ചരിത്രാധ്യാപകനായ ജയചന്ദ്രൻ ചാമക്കുഴി കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ നന്ദകുമാർ കോറോത്തിനെ വിവരമറിയിച്ചിരുന്നു. അദ്ദേഹം പിന്നീട് സ്ഥലം സന്ദർശിക്കുകയും ഫ്രഞ്ച് ഗ്രന്ഥത്തിലുള്ള പരാമർശത്തെക്കുറിച്ചും ഫ്രഞ്ച് നിർമ്മിതിയോടുള്ള സാമ്യതയെക്കുറിച്ചും പ്രദേശവാസികളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. കാരിമൂലയിൽ ഇരുമ്പുശാലയിൽ അടക്കലായിട്ട് ഉപയോഗിക്കുന്നത് പീരങ്കിയാണ് എന്ന ഒരു തിരിച്ചറിവാണ് അവിടെ സന്ദർശിച്ചപ്പോൾ നമുക്കുണ്ടായത്. മുമ്പ് തന്നെ പരാമർശിക്കപ്പെടുന്ന ഫ്രഞ്ചുകാരുടെ പീരങ്കി യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് 3-ാം രാജാവ് 1986 പിടിച്ചടക്കിയായിട്ട് ചരിത്രരേഖയുടെ പരാമർശമുണ്ട്. അന്നവിടെ ഉപേക്ഷിക്കപ്പെട്ട പീരങ്കിയാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്നിവിടെ കൊല്ലപ്പണിയെടുക്കുന്ന PP രവിയുടെ അച്ഛൻ കുഞ്ഞിരാമൻ എന്ന വ്യക്തിയുടെ അച്ഛൻ്റെ നാടുവാഴി സമ്മാനിച്ചതായിട്ട് പറയപ്പെടുന്നത്. അന്ന് അവിടെ ലഭ്യമായ ആ ഒരു പീരങ്കിയാണ് ഇന്നും അടക്കല്ലായിട്ട് ചുട്ടുപൊളിപ്പിച്ച ഇരുമ്പ് രൂപങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അടിച്ചു രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 1757 നീലേശ്വരം സന്ദർശിച്ച രാമന്തളിയിലെ ഫ്രഞ്ച് കമാൻഡറുടെ സഹോദരൻ ആൻക്വിറ്റിൽ ഡുപേറൻ 1771 ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ സെന്റ് അവസ്ഥയുടെ ആദ്യ യൂറോപ്യൻ പരിഭാഷാ ഗ്രന്ഥത്തിൽ 13 പേജുകളിലായാണ് നീലേശ്വരത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU കാസർഗോഡ് ജില്ലാ വാർഷിക കൺവെൻഷൻ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹനൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സജ്ജമാക്കിയ ആനത്തലവട്ടം ആനന്ദൻ നഗറിലായിരുന്നു കൺവെൻഷൻ നടന്നത്. CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി ഉപരോധിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരായിട്ട് സംഘടിതമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കേണ്ട ഈ സംസ്ഥാനത്തിനകത്ത് അതിൽ രാഷ്ട്രീയം കാണുന്നതിന് വേണ്ടി പാടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ആ നില സ്വീകരിച്ചപ്പോ നമ്മുടെ അന്നത്തെ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിക്കകത്ത് പോയി സമാനമായിട്ടുള്ള പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടായില്ലേ?
ആ നിലപാടല്ല UDF-ന്റെ ഭാഗമായി ചിന്തിക്കേണ്ടത്. എന്നാൽ UDF-ന്റെ ഭാഗമായി എന്താ നിലപാട് സ്വീകരിച്ചത്? ഈ പ്രയാസം അനുഭവപ്പെടുന്ന ഗവൺമെന്റിനെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടതില്ല എന്ന നിലയിലേക്കുള്ള നിലപാടാണ് ഈ സംസ്ഥാനത്തിനകത്ത് UDF സംവിധാനം ഏർപ്പെടുത്തിയത്. BJP പരസ്യമായി കേന്ദ്ര നിലപാടിനൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ജില്ലാ പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KSRTE സംസ്ഥാന സെക്രട്ടറി PS മഹേഷ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി M സന്തോഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ രശ്മി നാരായൺ വരവ് ചെലവ് കണക്കും, PV രതീശൻ രക്തസാക്ഷി പ്രമേയവും, V പ്രസാദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KSRTE സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മോഹൻകുമാർ പാടി, ബിജുമോൻ പിലാക്കൽ, സംസ്ഥാന സെക്രട്ടറി S സന്തോഷ് കുമാർ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി P റഷീദ്, സംസ്ഥാന ഓഡിറ്റ് കമ്മിറ്റി കൺവീനർ M ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായും കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിലുമായി പ്രവർത്തിച്ചിരുന്ന KR വിജുവിന് യാത്രയയപ്പ് നൽകി. ഇന്തോനേഷ്യയിൽ നടന്ന അണ്ടർ-20 ഏഷ്യൻ വോളി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിൽ അംഗമായ സംഘടനയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K പ്രകാശന്റെ മകൻ അക്ഷയ് പ്രകാശിനെ ചടങ്ങിൽ അനുമോദിച്ചു. P ജയചന്ദ്രൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ടൗൺ UP സ്കൂളിൽ കൗമുദി ടീച്ചർ അനുസ്മരണവും ജീവചരിത്രം പ്രകാശനവും നടത്തി. 5ാം ക്ലാസ് വിദ്യാർത്ഥിനി സെറീൻ മറിയം സുബീഷ് കൗമുദി ടീച്ചറായി വേഷമിട്ട് വേദിയിലെത്തിയത് കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. കവി MP ജിൽജിൽ കൗമുദി ടീച്ചർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി വടകരയിലെത്തിയ മഹാത്മജിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയ ഹിന്ദി അധ്യാപികയായിരുന്ന കൗമുദി ടീച്ചറുടെ അനുസ്മരണവും ഹിന്ദി ഭാഷയിലുള്ള ജീവചരിത്ര പ്രകാശനവും കാസർഗോഡ് ടൗൺ UP സ്കൂളിൽ നടന്നു. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂൾ ഹിന്ദി ക്ലബ്ബാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനി സെറീൻ മറിയം സുബീഷ് കൗമുദി ടീച്ചറായി വേഷമിട്ട് വേദിയിലെത്തി സ്വയം പരിചയപ്പെടുത്തിയത് വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. गांधी ने कहा, तुम्हारा त्याग तुम्हारा भूषण है. कौमुदी ने बाद में जीवन में कभी कोई आभरण नहीं पहना. 7ാം ക്ലാസ് വിദ്യാർത്ഥിനി സമൃദ്ധി ആൽവ തയ്യാറാക്കിയ കൗമുദി ടീച്ചറുടെ സംക്ഷിപ്ത ജീവചരിത്ര കയ്യെഴുത്തുപ്രതി കവി MP ജിൽജിൽ പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. കവി MP ജിൽജിൽ കൗമുദി ടീച്ചർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സീനിയർ അസിസ്റ്റന്റ് AP മീനാകുമാരി, സർവമംഗള റാവു, ഹിന്ദി അധ്യാപകൻ KN സുനിൽകുമാർ, AK ആരാധ്യ, സ്കൂൾ ലീഡർ സച്ചിൻ തോമസ് എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് D വിമലാകുമാരി സ്വാഗതവും SRG കൺവീനർ റോഷ്നി B നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കോളിയൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ മോഷണം നടന്ന സംഭവത്തിൽ പ്രതികളെ ഇനിയും പിടികൂടിയില്ല. സംഭവം നടന്ന് 1 മാസമായിട്ടും പോലീസ് അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ നിർബന്ധിതരാകുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ കോളിയൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ മോഷണം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടുവാൻ കഴിയാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും കുറ്റവാളികളെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിലും പോലീസ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ മാസം 26-നാണ് മോഷണം നടന്നത്. പൂട്ടുപൊളിച്ച് അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് 375 ഗ്രാമിൽ കൂടുതൽ സ്വർണവും 3 കിലോ വെള്ളിയുമാണ് മോഷ്ടിച്ചത്. CCTVയിൽ മോഷ്ടാവിൻ്റെ ചിത്രം പതിഞ്ഞെങ്കിലും പോലീസിന് ഇതുവരെ പ്രതികളെ പിടികൂടുവാൻ സാധിച്ചിട്ടില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന് സമീപത്തെ ഒരു വീട്ടിലും മോഷണം നടന്നിരുന്നു. എന്നാൽ മോഷ്ടാവിൻ്റെ വണ്ടി നമ്പർ പോലീസിന് കൈമാറിയിട്ടും പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല. ഇതാണ് വീണ്ടും മോഷണം നടത്തുവാൻ പ്രതികൾക്ക് ധൈര്യം നൽകിയത്. ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തിൽ പ്രതികളെ എത്രയും വേഗം പിടികൂടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഭക്തജനങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ 1 മാസമായിട്ടും പ്രതികളെ പിടികൂടുവാൻ പോലീസിന് സാധിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒരു 6 മാസം മുമ്പ് ഒരു കളവ് നടന്നപ്പോൾ മോഷണക്കാർ യൂസ് ചെയ്ത കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ട് കൂടി ഇതുവരെ ഒരു നടപടിയില്ല. അതിന് മുമ്പേ തന്നെ ക്ഷേത്ര പരിസരത്തിൽ ഓരോ ദിവസവും ഓരോ പട്ടികളെ
വിഷം കൊടുത്ത് കൊല്ലുന്നുണ്ടായിരുന്നു. അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ കൂടി അതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആ പ്രദേശവാസികൾ ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ ഈ മയക്കുമരുന്നിന്റെ ഒരു വലിയ മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് കണ്ടിട്ട് കൂടി കാണാത്ത പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒറ്റക്കെട്ടായി തീരുമാനിച്ചത് ഒരു 15 ദിവസത്തിന്റെ ഉള്ളിൽ ഇതിന് വേണ്ടിയ നടപടി ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചിട്ടില്ലെന്നായെങ്കിൽ ആദ്യഘട്ടമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് ചെയ്യാനും പിന്നെ വിശ്വാസികളെ കൂടെ എല്ലാവരും കൂടി നിന്നുകൊണ്ട് ഈ ആരാധനാലയങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് തീരുമാനിച്ചത്. ശങ്കരനാരായണ ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് ബോളന്തക്കൊടി രാമഭട്ട്, സേവാ സമിതി സെക്രട്ടറി കൃഷ്ണപ്രസാദ് കൊമ്മെ, ക്ഷേത്ര മുഖ്യ പുരോഹിതൻ രവിശങ്കര ഹൊള്ള, കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് വിട്ടലഭട്ട് മൊഗസാലെ, BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു കാസർഗോഡ് അന്തർ സംസ്ഥാന പാതയിൽ ജനങ്ങൾക്ക് യാത്രാ ദുരിതം. നേരത്തെ 5-10 മിനിറ്റുകൾക്കുള്ളിൽ ബസ്സുകൾ എത്തിയിരുന്നെങ്കിൽ ഇന്ന് ബസ്സുകൾക്കായി ദീർഘനേരം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്കും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു. മംഗളൂരു കാസർഗോഡ് റൂട്ടിൽ കേരള KSRTC ബസ്സുകളിൽ കയറണമെങ്കിൽ ഏറെ നേരം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. നേരത്തെ 5-10 മിനിറ്റുകൾക്കുള്ളിൽ ബസ്സുകൾ എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ബസ്സുകൾക്കായി ദീർഘനേരം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. മുൻപ് സർവീസ് നടത്തിയിരുന്ന ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്ന സംശയമാണ് യാത്രക്കാർ ഉയർത്തുന്നത്. യാത്രക്കാരുടെ അവശ്യ സമയങ്ങളായ രാവിലെയും വൈകിട്ടുമാണ് ബസ്സുകളില്ലാത്തത്. വിവിധ ആവശ്യങ്ങൾക്കായി മംഗളൂരുവിലേക്കും തിരിച്ചും വരുന്ന യാത്രക്കാർ ഇതുമൂലം കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. വിദ്യാർത്ഥികൾ, കച്ചവടക്കാർ, ഉദ്യോഗസ്ഥർ, വിവിധ ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾ എന്നിവരാണ് ബസ്സുകൾ വരാൻ വൈകുന്നതിനെ തുടർന്ന് വലയുന്നത്. ഏറെ നേരം കാത്തിരുന്നെത്തുന്ന ബസ്സുകൾ സർവീസ് റോഡിൽ കയറാതെ ഹൈവേയിലെ മറ്റ് ബസ്സുകളുമായി മത്സരിച്ചോടുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇത് കാരണം സർവീസ് റോഡിൽ ബസ് കാത്തുനിൽക്കുന്നവർക്ക് ബസ് സർവീസ് ലഭിക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ്. കർണാടക KSRTC ബസ്സുകളിൽ വാതിലുകളില്ലാത്തതിനാൽ അപകടം ഭയന്ന് പലരും കയറാൻ മടിക്കുന്നതായി യാത്രക്കാരിൽ ചിലർ പറയുന്നു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്കും വലിയ പ്രതിസന്ധിയായി മാറുന്നു. അതേസമയം ബസ്സുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടില്ലെന്ന് കാസർഗോഡ് KSRTC ഡിപ്പോ അധികൃതർ പറഞ്ഞു. ആരിക്കാടി മുതൽ ഉപ്പള വരെയുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് കാരണം 4-5 ബസ്സുകൾ ഒന്നിച്ചാണ് എത്തുന്നത്. ഇതായിരിക്കാം യാത്രക്കാർക്ക് അങ്ങനെ തോന്നുവാൻ കാരണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആശുപത്രിയിലെത്താനോ വീൽചെയർ പോലും പോകാനുള്ള വഴിയില്ലാതെ ദുരിതത്തിലായ പടന്ന പഞ്ചായത്തിലെ നടക്കാവ് പോട്ടക്കാപ്പിൽ താമസിക്കുന്ന സഫിയ എന്ന വയോധികയ്ക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് ജനപ്രതിനിധികൾ. സഫിയയുടെ വീട്ടിലെത്തിയ ജനപ്രതിനിധികൾ KCN ന്യൂസിനോട് സംസാരിക്കവെയാണ് ഇടപെടൽ നടത്തുമെന്ന് അറിയിച്ചത്. കട്ടിലിൽ നിന്നും വീണ് തുടയലിന് പൊട്ടലേറ്റ് ചികിത്സയിലുള്ള സഫിയയുടെയും കുടുംബത്തിൻ്റെയും യാത്രാ ദുരിതം ബുധനാഴ്ച KCN ന്യൂസ് പുറം ലോകത്തെത്തിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ ഇടപെടലുണ്ടായത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പടന്ന പഞ്ചായത്ത് 9ാം വാർഡ് അംഗം PP കുഞ്ഞികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സഫിയയുടെ വീട്ടിലെത്തിയ ജനപ്രതിനിധികൾ വേണ്ട സഹായങ്ങൾ ഒരുക്കുവാൻ മുന്നിട്ടിറങ്ങുമെന്ന് KCN ന്യൂസിനെ അറിയിച്ചു. സഫിയയുടെ യാത്രാപ്രശ്ന പരിഹാരത്തിന് എല്ലാ വഴികളിലൂടെയും ശ്രമങ്ങൾ തുടരുമെന്നും ബന്ധുവുമായി ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കുമെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവർ സഫിയത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി 100 മീറ്ററോളം ചുമലിലേന്തിയാണ് കൊണ്ടുപോയത്. അതൊരു വലിയൊരു ദുഃഖകരമായിട്ടൊരു കാഴ്ചയാണ്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ സഫിയ എന്ന് പറയുന്ന സ്ത്രീയുടെ അവസ്ഥയും അവരുടെ കുടുംബം അനുഭവിച്ച അവസ്ഥ, ഏതാണ്ട് 1-2 വർഷം മുമ്പ് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് വന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടായിരുന്നു. അന്ന് മൃതദേഹം കൊണ്ടുപോകാൻ പോലും ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ വളരെയധികം പ്രയാസപ്പെട്ടു. ആ സന്ദർഭത്തിലും ആവശ്യമായ രൂപത്തിൽ ഇടപെടൽ നടത്തിയപ്പോഴും കുടുംബപരമായിട്ടുള്ള ഒരു പരസ്പരം ഒരു സൗന്ദര്യപ്പിണക്കം ഇവർ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിന് തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനിയെങ്കിലും അദ്ദേഹം അനുകൂലമായിട്ട്
മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പറും ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം നിർബന്ധമാണ്. അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നില തുടരുകയാണെങ്കിൽ ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകും. നേരത്തെ ഒരു തവണ പടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഇടപെട്ടെങ്കിലും പരിഹാരമുണ്ടായില്ല. വീണ്ടും അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സ്ഥലം ഉടമയുമായി ജനപ്രതിനിധികൾ സംസാരിച്ച് തീർപ്പുണ്ടാക്കുവാനാണ് നീക്കം. തടസ്സമുണ്ടായാൽ ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം പറഞ്ഞു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തകർന്ന യാത്രാ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ തൃക്കരിപ്പൂർ ITയിലുള്ള ജലഗതാഗത വകുപ്പിന്റെ മേഖലാ കാര്യാലയത്തിന് സമീപം കൂട്ടിയിട്ടത് പരിസരവാസികൾക്ക് ദുരിതമാവുന്നു. തുരുമ്പിച്ച ബോൾട്ടുകളും ആണികളും പതിച്ച മരക്കഷ്ണങ്ങൾ അലസമായി ഉപേക്ഷിച്ചത് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തകർന്ന യാത്രാ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ തൃക്കരിപ്പൂർ ITയിലുള്ള ജലഗതാഗത വകുപ്പിന്റെ മേഖലാ കാര്യാലയത്തിന് സമീപം കൂട്ടിയിട്ടത് പരിസരവാസികൾക്ക് ദുരിതമാകുന്നു. തുരുമ്പിച്ച ബോൾട്ടുകളും ആണികളും പതിച്ച മരക്കഷ്ണങ്ങൾ അലസമായി ഉപേക്ഷിച്ചത് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ ITയിലെ ജലഗതാഗത വകുപ്പിന്റെ മേഖലാ കാര്യാലയത്തിന് സമീപം തകർന്ന് തുരുമ്പെടുത്ത് വർഷങ്ങളോളം കയറ്റിയിട്ട മരബോട്ട് ലേലം ചെയ്ത് നൽകിയിരുന്നു. പൊളിച്ചുകൊണ്ടുപോയപ്പോൾ ഉപേക്ഷിച്ച മരക്കഷ്ണങ്ങളിലെ തുരുമ്പെടുത്ത ബോൾട്ടുകളും ആണികളുമാണ് യാത്രക്കാർക്ക് ഭീഷണിയായി ഇവിടെ കൂട്ടിയിട്ടിട്ടുള്ളത്. ബോട്ടിലേക്ക് യാത്രക്കാർ എത്തുന്ന വഴിയുടെ ഇരുഭാഗങ്ങളിലുമായാണ് അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചത്. ഇവിടെ തള്ളിയ മരക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എറണാകുളത്തിലെ ടീമിനാണ് ടെൻഡർ കൊടുത്തത്. അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം അവർ കൊണ്ടുപോയി, ബാക്കിയുള്ള സാധനം നമ്മുടെ നാട്ടുകാർക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടില്ല. ഒരുപാട് ടൂറിസ്റ്റുകൾ വൈകിട്ട് ഇവിടെ വരുന്ന സ്ഥലമാണ്. മലയാളം പറയും ഇവിടെ നാട്ടുകാരില്ലേ, അല്ലെ സംഘടനകളില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം സത്യപ്പെടുത്തിയിരുന്നതിന് മുമ്പിൽ. പക്ഷെ ഒരു നീക്കവും അവരെ ഭാഗത്തുനിന്നില്ല. അപ്പോൾ അത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ഈ സാധനങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാർക്ക് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ആളെ വീഴ്ത്തും കുഴി. റെയിൽവേ സ്റ്റേഷനിലേക്കും സ്കൂളിലേക്കും എത്തുന്ന വാഹനങ്ങൾക്കും ഭീഷണിയായിട്ടുണ്ട് ടാർ റോഡിലെ കുഴി. തൃക്കരിപ്പൂർ ടൗണിൽ രാവിലെയും വൈകുന്നേരവും ഏറെ തിരക്കേറിയ സ്റ്റേഷൻ റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ ഇതിനകം കാൽനടയാത്രക്കാർ അടിതെറ്റി വീണു. ചെറുവാഹനങ്ങൾക്കൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുമായി വരുന്ന മിനി ബസ്സുകളും അപകടക്കുഴി കാണാതെ പെടുന്ന അവസ്ഥയിലാണുള്ളത്. ദിവസങ്ങളായി ചതിക്കുഴി രൂപപ്പെട്ടിട്ടും അധികൃതർ വേണ്ട ഗൗരവത്തിൽ ഇടപെടാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. വലിയ വലിയ ലോറികളോ സ്കൂളിലേക്കുള്ള ബസ്സുകളോ പിന്നെ മറ്റ് വാഹനങ്ങളോ എല്ലാം വന്നാൽ ഈ കുഴിയിൽ വീണാൽ വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുന്നില്ല. ഏകദേശം 2 ആഴ്ചകളായി ഇത് മരം കുത്തിവെച്ചിട്ടും കൊമ്പ് കുത്തിവെച്ചിട്ടും എല്ലാം ചെയ്യുന്നു. കുഴി തിരിച്ചറിയാതെ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കുവാൻ റെയിൽവേ സ്റ്റേഷന് സമീപം വ്യാപാരികൾ ആഴത്തിലുള്ള കുഴിയിൽ മരക്കഷണങ്ങളും ചെടിത്തണ്ടുകളും കുത്തിവെച്ചിട്ടാണുള്ളത്. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ റോഡിലെ കുഴിയടക്കുവാൻ നടപടി കൈക്കൊള്ളണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് RTO ഓഫീസ് മാർച്ച് നടത്തി. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി AR ധന്യവാദ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് RTO ഓഫീസ് മാർച്ച് നടത്തി. ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച് നടപടി പിൻവലിക്കുക, എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും ഫിറ്റ്നസ് എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, പെർമിറ്റ് പുതുക്കൽ കാലതാമസം ഒഴിവാക്കുക, വാഹന ഉടമകൾക്കും തൊഴിലാളികൾക്കും കിട്ടേണ്ട സേവനം കാലതാമസമില്ലാതെ ലഭ്യമാക്കുക, സ്പെഷ്യൽ പെർമിറ്റിന് സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക, വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടികൾ പിൻവലിക്കുക, അനാവശ്യ കാരണങ്ങളാൽ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നടപടികൾ പിൻവലിക്കുക, ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് നേരിട്ടിടപെടാനുള്ള സൗകര്യം വിപുലപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി AR ധന്യവാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സമൂഹത്തിനകത്ത് അവിഭാജ്യ ഘടകമായിട്ടുള്ള ഓട്ടോ തൊഴിലാളികൾ അവരെല്ലാവരും സമ്പന്നമാരല്ല. അവരുടെ ഭൂരിഭാഗവും വാടക മുറിയിൽ താമസിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വാടക കൊടുക്കാൻ അവിടെ കുഞ്ഞുമക്കളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുമാത്രമല്ല ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ ഓട്ടോ എടുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ജോലി ചെയ്താൽ പോലും അവിടെ പട്ടിണി മാറുന്ന
ഉദുമ ഏരിയ പ്രസിഡന്റ് കെ മാധവൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ഏരിയ സെക്രട്ടറി പി കുഞ്ഞിരാമൻ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വി അനീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജനാർദ്ദനൻ മുന്നാട്, ഷാഫി എ, വിജയൻ എം, എൻ രാമൻ, പ്രശാന്ത് പയറ്റിയാൽ എന്നിവർ നേതൃത്വം നൽകി. ആവശ്യങ്ങളടങ്ങിയ നിവേദനം RTOയ്ക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KGNAയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം നടത്തിയത്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക, കേരളത്തിന്റെ ആരോഗ്യ മികവ് നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ ധർണ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ സംഘടിപ്പിച്ച ധർണ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി M സുമതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് B ഹഫ്സത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV പവിത്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ബിന്ദുമോൾ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള നഴ്സുമാർ സമരത്തിൽ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി PV അനീഷ് സ്വാഗതവും K ജലജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കുറച്ച നടപടി പിൻവലിക്കുക, എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫിറ്റ്നസ് എടുക്കുന്ന രീതി പുനഃസ്ഥാപിക്കുക, ടാക്സി വാഹനങ്ങളുടെ സ്പെഷ്യൽ ടാക്സ് സർവീസ് ചാർജ് കുടിശ്ശിക തുക ഒഴിവാക്കുക, ടാക്സി വാഹനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മോട്ടോർ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണി നായർ സ്വാഗതം പറഞ്ഞു. CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. കാറ്റാടി കുമാരൻ, TV വിനോദ്, ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബത്തിനുള്ള സഹായധനം കൈമാറി. കാഞ്ഞങ്ങാട്ട് നടന്ന സംസ്ഥാന സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് സഹായം കൈമാറിയത്. മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നൽകുന്ന ധനസഹായ പദ്ധതിയിൽ കാസർകോട്ടെ T നാരായണന്റെയും പാലക്കാട് സ്വദേശി അറുമുഖന്റെയും കുടുംബങ്ങൾക്കുള്ള 4 ലക്ഷം രൂപയുടെ സഹായം സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം തങ്കച്ചൻ കാഞ്ഞങ്ങാട്ട് നടന്ന സംസ്ഥാന സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കൈമാറി. ഒന്നാമത്തെ തെളിവാണ് ഇന്നത്തെ സ്വാഗത സംഘം എന്ന് പറയുന്നത്. ഞാൻ വലിയ സന്തോഷത്തോടുകൂടി തന്നെ ഓർക്കുകയാണ്, ഈ സ്വാഗത സംഘം വിളിച്ചപ്പോൾ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നവര് എത്ര സീരിയസ് ആയിട്ടാണ് ആ വിഷയത്തെ കണ്ടിട്ടുള്ളതെന്നും ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പിൽ അതിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങൾ ജില്ലാ കമ്മിറ്റിയുടെ ഗ്രൂപ്പിലുണ്ട്. അവിടെ ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകൾ പോലും എനിക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി ജിജോ ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ ദേവരാജൻ നാലപ്പുഴ, ജോയിന്റ് സെക്രട്ടറിമാരായ അബൂബക്കർ, ശങ്കരനുണ്ണി, മനോഹരൻ കണ്ണൂർ, ജില്ലാ പ്രസിഡന്റ് M സജേഷ് കുമാർ, സെക്രട്ടറി KV സുഗതൻ, ട്രഷറർ P ദിനേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് വർഗീയ സംഘർഷ കേസിൽ തുടർച്ചയായി പ്രതികളെ വെറുതെ വിട്ടതിന് പിന്നാലെ ആദ്യ ശിക്ഷാവിധി. അടുക്കത്ത് ബയലിലെ CA മുഹമ്മദ് ഹാജിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കും. കാർവാറിൽ ഉന്നതതല യോഗം ചേർന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ സത്വര നടപടിയെടുക്കണമെന്ന ആവശ്യം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് AITUC കാഞ്ഞങ്ങാട്ട് ബഹുജന സദസ്സ് നടത്തി. നീലേശ്വരത്തിന്റെ ചരിത്ര സാക്ഷിയായി ആലയിൽ ഫ്രഞ്ച് നിർമ്മിത പീരങ്കി. കാരിമൂലയിലെ PV രവിയുടെ ആലയിലാണ് അടങ്കല്ലായി പീരങ്കി ഉപയോഗിക്കുന്നത്. കോളിയൂർ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ മോഷണം നടന്ന സംഭവത്തിൽ പ്രതികളെ പിടികൂടിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ നിർബന്ധിതരാകുന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.